2/8/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, തുലാം രാശിക്കാർക്ക് ശുഭവും, ചിങ്ങം, കന്നി രാശിക്കാർക്ക് മധ്യമവും, മിഥുനം, ധനു, കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയമാണ്. കൂടാതെ ഏറ്റവും ദോഷമുള്ള നക്ഷത്രങ്ങളും പ്രണയകാര്യങ്ങൾ ബന്ധപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം, അത് കാണുക. പിന്നെ അതിനുമുമ്പ് ഒരു കാര്യം, എല്ലാ ശാസ്ത്രങ്ങളെപ്പോലെ തന്നെ ജ്യോതിഷവും ഒരു പരിമിതി ഇല്ലാത്തതല്ല. കാരണം ഈ ശാസ്ത്രത്തിന് അതിൻ്റേതായ കഴിവുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നവർ മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യ സഹജമായ പരിമിതികൾ ഇത് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണെന്നുള്ളതുകൊണ്ട് ഈ ശാസ്ത്രത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് പലപ്പോഴും ശരിയാകാതെ വരുന്നത്. അത് ജ്യോതിഷത്തിൻ്റെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ആചാര്യന്മാരുടെ കുഴപ്പമല്ല, ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നവരുടെ പ്രശ്നമാണ്. കാരണം മനുഷ്യൻ്റെ പരിമിതി എല്ലാത്തിലും ഉണ്ട്. അത് ഇതിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം എല്ലാം തികഞ്ഞതാണെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എത്ര മരണങ്ങളാണ് നടക്കുക. നമ്മൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ദിവസം എത്ര വാഹനാപകടങ്ങളാണ് നടക്കുക, അതുകൊണ്ട് നമ്മൾ വാഹനത്തിൽ കയറില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ കൈകാര്യം, വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, ഇതൊക്കെ മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ പരിമിതിയുണ്ട്. ആ ശാസ്ത്രത്തിൻ്റെ പരിമിതിയേക്കാൾ ആ വ്യക്തിക്ക് ആ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുള്ള കണക്ക് കൂട്ടലുകളാണ്, കാൽക്കുലേഷനുകളാണ് രോഗനിർണയവും എല്ലാം. അതേപോലെ തന്നെയാണ് ജ്യോതിഷവും. ജ്യോതിഷശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് അത് പഠിച്ചിട്ടുള്ളവരുടെ അവർക്ക് കിട്ടുന്ന ആ ഗ്രഹനിലയനുസരിച്ചുള്ള കണക്ക് കൂട്ടലുകളാണ് അവരുടെയും. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കുന്ന പോലെ ഇവിടെയും ആ കണക്ക് കൂട്ടലുകളാണ് പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്നത് പോലെ തന്നെയുള്ള പരിമിതികൾ ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്കും ജ്യോതിഷന്മാർക്കും ഉണ്ടാകും. ആ പരിമിതികൾ ആണ് ഇതിൻ്റെ ഫലപ്രവചനത്തിൽ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. അതുകൊണ്ട് ഈ ശാസ്ത്രം കൊള്ളില്ല എന്നല്ല, അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം. അത് ആ ജ്യോതിഷൻ കൊള്ളില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ആസ്ട്രോളജർ അത് കൊള്ളില്ലാത്ത വ്യക്തി ആയതുകൊണ്ടല്ല. ആ നിമിഷ നേരത്തെ കണക്കുകൂട്ടലുകളിൽ വരുന്ന ചില കാര്യങ്ങൾ, അതാ വരുന്ന വ്യക്തിയുടെ സമയം കൂടെ ഈ കണക്കുകൂട്ടലിൽ ബാധകമാണ്. വളരെ ദോഷമുള്ള എന്ത് പരിഹാരം ചെയ്താലും ഫലവത്താകാത്ത രീതിയിൽ കർമ്മദുരിതമുള്ളവൻ വന്നാൽ വരുന്നവൻ്റെ അടുത്ത് ജ്യോതിഷം പറയുന്നതും ശരിയായിക്കൊള്ളുന്നില്ല. കാരണം അത് ശരിയായ നേരെ രീതിയിൽ പറഞ്ഞാൽ അനുഭവിക്കപ്പെട്ടാൽ അവൻ്റെ കർമ്മദുരിതം അനുഭവിക്കാൻ അവർക്ക് യോഗമില്ലല്ലോ. കർമ്മദുരിതം അനുഭവിക്കാൻ കഠിനമായ യോഗമുള്ളവർക്ക് പരിഹാര നിർദ്ദേശങ്ങൾ ലഭ്യമല്ല. കാരണം ജാതകത്തിലെ വ്യാഴം 6 നിൽക്കുക, ലഗ്നാധിപൻ 6-8-12 നിൽക്കുക, ഭാഗ്യാധിപത്യം വഹിക്കുന്ന ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്തല്ലാതെ വരികയൊക്കെ ചെയ്യുന്നവരുടെ ഗ്രഹനിലകളിൽ പരിഹാരകർമ്മം വളരെ പ്രയാസം. എല്ലായിടത്തും അല്ല കേട്ടോ, ഇങ്ങനെയുള്ള ഗ്രഹനില ഒരുപാടുണ്ട്. എല്ലാത്തിലും അല്ല, അതിൻ്റെ ബലം കൂടെ ഇതിന് ബാധകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ശാസ്ത്രങ്ങളെപ്പോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത്, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ പരിമിതി ഈ ശാസ്ത്രത്തിനുമുണ്ടെന്ന് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നതാണ്. ഇനി 2-3 കമൻറ്റുകളുണ്ട്, അതിൻ്റെ മറുപടി പറയാം. നക്ഷത്രാടിസ്ഥാനത്തിൽ ഫലം പറയാവുന്നതാണ്. നക്ഷത്രാടിസ്ഥാനത്തിൽ ഫലം പറയുക എന്ന് പറയുന്നത് കൂടുതൽ 27 നക്ഷത്രങ്ങളെ അതിനാധാരമാക്കി നോക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് അത് നടക്കില്ല. ഇപ്പോൾ നടക്കില്ല, ഇനി കുറേ ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ
അത് പ്രായോഗികമാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഏകശ്ലോകി രാമായണത്തിന് പകരമാകുമെന്നാണ്. ആവില്ല. അങ്ങനെയാണ്. പിന്നെ ഏകശ്ലോകി രാമായണം മാത്രം മതിയല്ലോ, രാമായണം വേണ്ടല്ലോ. രാമായണം ഉണ്ടായതും ഏകശ്ലോകി രാമായണം ഉണ്ടായതും ഇത് രണ്ട് തന്നെയാണ്. ഒരു കാരണവശാലും രാമായണം വായിക്കാൻ കഴിയാതെ വരുന്ന അത്രയേറെ തിരക്കുള്ളവർക്ക് ആ രാമായണ കഥയെ ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്നതാണ് ഏകശ്ലോകം രാമായണം. കാരണം അതിൻ്റെ ആ ഹെഡിങ്ങുകൾ ചേർത്താണ്. അപ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലേക്കൊന്ന് ഓടിപ്പോകും. അപ്പോൾ രാമായണം വായിച്ച ഒരു ഓർമ്മ നമ്മളിൽ നിലനിർത്താനായിട്ട് ഈ രാമായണം കഴിയും. ആ രാമായണം പൂർണ്ണമായും വായിക്കുകയും പൂർണ്ണമായും ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് ഏകശ്ലോകി രാമായണം ഗുണകരമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏകശ്ലോകി രാമായണം വായിക്കാമെന്നാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നാമം ജപിക്കുന്നത് പോലെ ജപിക്കുന്നതിന് അത് വളരെ നല്ലതാണ്. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. രാമായണം വായിക്കുക തന്നെ ചെയ്യണം, മനസ്സിലാക്കി വായിക്കുക തന്നെ ചെയ്യണം. രാമായണത്തിന് പകരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഒരു കാര്യം കൂടെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് എൻ്റെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായതാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഒരാളിങ്ങനെ എന്നെ ഫോൺ ചെയ്യാണ് രാവിലെ തന്നെ. രാവിലെ ഞാൻ തിരക്കിലാണ്. കാരണം എൻ്റെ മുന്നിൽ ആളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ആളുണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. അതല്ല, നിങ്ങളുടെ ഫലം അറിയാനാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറായി കാണില്ല, അവർ വീണ്ടും വിളിച്ചു. ഇങ്ങനെ 2-3 പ്രാവശ്യം അവർ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞില്ലേ എന്ന് കടുപ്പിച്ച് ചോദിച്ചപ്പോൾ അവർ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാനതിൽ എൻ്റെ ഫീസ് അതിലേക്ക് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ എടുത്തു. ഞാൻ തിരക്കിൽ തന്നെയാണ്. അന്നേരം വേറെ ആളുണ്ട്, ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് വിളിച്ചത്. അവർ ചോദിച്ചു, നിങ്ങൾക്കിത് ഫോണിലൂടെ പറഞ്ഞു തന്നാൽ എന്താണ് കുഴപ്പം, നിങ്ങൾക്കിത് അറിയില്ലേ എന്ന്. ശരിയാണ്, അദ്ദേഹത്തെ അവരുടെ ചോദ്യത്തെ ഞാൻ മാനിക്കുന്നു. എനിക്കിത് അറിയാം, ഫോണിലൂടെ പറഞ്ഞു തന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, എൻ്റെ പ്രത്യേകത, അതിനകത്തൊക്കെ ഉള്ള സമയത്താണ് ആ ചോദ്യം. എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും ഇങ്ങനെ നിരന്തരമായ ഒരു ശല്യമായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിലാണ്, ഞാൻ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തരാൻ, നിങ്ങൾ എൻ്റെ ആരുമല്ല. അങ്ങനെ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് പറഞ്ഞു തരാം, ഫീസ് അയക്കുക താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോന്ന് പറഞ്ഞു. ആ വ്യക്തി എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾ ഇരിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ അത് എൻ്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് വിഴുങ്ങാറില്ല. കാരണം പറയേണ്ടത് പറയുന്ന സമയത്ത് പറഞ്ഞാലേ ശരിയാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാണ്, ഫീസ് ഇല്ലാതെ സൗജന്യമായി പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. അത് പ്രായോഗികവുമല്ല, ഒരിക്കലും പ്രായോഗികവുമല്ല. ഞാൻ എൻ്റെ ഫീസ് കൃത്യമായി നിർണ്ണയിക്കാൻ ഒരു കാരണം അതും കൂടെ അറിയണം. എൻ്റെ വീട് റോഡ് സൈഡിലാണ്, ആലുവ മൂന്നാർ റോഡിൻ്റെ സൈഡാണ്. വെറുതെ ആളുകൾ കയറി വരും. ഒരു 2-3 പ്രാവശ്യം ഞാൻ ഒരു കാര്യം തന്നെ കേട്ടപ്പോൾ തീരുമാനിച്ചു, ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇതിലെ പോയപ്പോൾ ഈ ബോർഡ് കണ്ടു, ഒന്ന് കയറി ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഒരു 100 രൂപയുടെ മുടക്കല്ലേ ഉള്ളൂ, പോട്ടെ. ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതിനൊരു മൂല്യമുണ്ട്, ആ മൂല്യം നിലനിർത്തുന്നവർ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. അതുകൊണ്ട് എനിക്ക് കൃത്യമായ ഫീസ് നിർണ്ണയിക്കേണ്ടി വന്നു. ഇപ്പോൾ ആ ഫീസിൽ നിന്നൊരൊറ്റ പൈസ പോലും ഞാൻ കുറയ്ക്കാറില്ല, ആവശ്യമില്ല ആര് ചോദിച്ചാലും. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു കാര്യത്തിന് ഒരു മൂല്യമുണ്ടാകണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആ വാക്കുകൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിന് ഒരു മൂല്യം ഉണ്ടാകണമെങ്കിൽ ആ മൂല്യത്തിന് തികച്ചും അവർക്ക് അതിന് വില കൊടുത്തിരിക്കണം. അല്ലാത്തവർക്ക് ആ കൊടുക്കുന്ന വിലയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു മൂല്യമുണ്ട് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ഫീസ് തന്നേ പറഞ്ഞു കൊടുക്കൂ എന്ന് തീരുമാനിച്ചത്. പക്ഷേ എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഫലങ്ങളൊന്നും പറയാറില്ല. പക്ഷെ നിങ്ങൾ ഇന്നത് ചെയ്യൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം കിട്ടും എന്ന് പറയാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ
മാറ്റം കിട്ടും. അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയും, ബാക്കിയൊന്നും പറയില്ല. ആ പരിഹാരകരം മാത്രം നിങ്ങൾ ഇത് ചെയ്യൂ, നാമം ജപിക്കാനോ അല്ലെങ്കിൽ കാരണം അവർക്ക് സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക്. അത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തികച്ചും ബോധ്യപ്പെട്ടു. എനിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോൺ ചെയ്യുന്നവർക്ക് ഇത് കേൾക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ അസൗകര്യമാകുന്ന രീതിയിലാകരുത് തിരിച്ചുള്ള പെരുമാറ്റവും എന്ന് വിചാരിക്കുക. ഈ സാമ്പത്തികം ഇല്ലാത്തവരാണ് ഈ പ്രശ്നമില്ല. ഈ വിളിക്കുന്ന ടീമിന് നല്ല സാമ്പത്തികമുണ്ട്, അവരുടെ മക്കളൊക്കെ നല്ല സ്ഥിതിയാണ്, അവർ നല്ല സ്ഥിതിയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. അത് സാധ്യമാകുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് പറഞ്ഞത് വളരെ ഇത് വന്നതുകൊണ്ടാണ്. പലപ്പോഴും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പറയുമ്പോഴത് നല്ലതാണല്ലോ ഇനി കേൾക്കുന്നവർക്കും. ഇങ്ങനെയായിരിക്കും എൻ്റെ ഇന്ന് പ്രതികരണം എന്ന് മനസ്സിലാകാമല്ലോ. അതുകൊണ്ട് നമുക്കിനി ഫലത്തിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ അത്യാവശ്യമാണ്. എനിക്ക് കമൻറ്റുകൾ കൃത്യമായി ചെയ്യണം. എന്തഭിപ്രായവും നിങ്ങൾക്ക് പറയാം. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. 7.5 ശനി കാലഘട്ടമാണ്. കേതു 5-ലാണ്, വ്യാഴം 3-ലാണ്. എങ്കിലും ഇന്ന് ശുഭകരമായ ദിവസം തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു മനസ്സിനൊക്കെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായമായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവർക്ക് കഴിയും. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വളരെ ആവശ്യമാണ്. അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ ഇവർക്ക് അനുകൂലമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. 7.5 ശനി കാലഘട്ടമാണല്ലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. എങ്കിലും ഇതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണെങ്കിലും ഈ ദിവസം അവർക്ക് അനുകൂലമായിരിക്കുക തന്നെ ചെയ്യും. ഇനി ഇടവം, കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും ഒരു മുന്നിട്ടിറങ്ങുന്നതിന് ഉള്ള ഒരു കഴിവ് അനുഭവപ്പെടും. മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ആരോഗ്യ കാര്യങ്ങൾ മേന്മയുണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. സുഹൃത്തുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങളുണ്ടാവും. കടബാധ്യതകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വാക്കുകൾ അത്ര അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ശത്രുദോഷം വളരെ ദോഷം ചെയ്യും. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ ഒട്ടും അനുകൂലമായിരിക്കില്ല. എന്നാൽ ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും. തൊഴിലംഗത്ത് അത്ര മേന്മയുള്ള ഒരു സമയം അല്ലെങ്കിലും ചില ഭാവി പ്ലാനുകൾ കൈകാര്യം ചെയ്യാൻ നല്ല ഒരു ദിവസമാണിത്. അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ഒരു തീരുമാനത്തിലെത്തുവാനുമൊക്കെ ഈ ദിവസം തൊഴിൽ മേഖലയിൽ ശ്രദ്ധിച്ചാൽ നടക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും. മിഥുനം, ദോഷകരമായൊരു ദിവസമാണ്. 10-ൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗമാണ് മിഥുനം. മിഥുനക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ അലർജി രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ, നേത്ര രോഗങ്ങൾ ഉള്ളവരും വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല.
ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ചില അപകടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നല്ല, ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നാണ്. ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എവിടെയെങ്കിലും കണ്ടാൽ അത് തിരുത്തി മുന്നോട്ട് പോവുകയും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ ഇടുന്നത്. അത് ആ ഒരു ഉദ്ദേശത്തോടെ വേണം നിങ്ങളിതിനെ കാണാൻ. കാരണം അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് വിശേഷമായ ബുദ്ധി ഉള്ളത്. ആ ബുദ്ധി ഉപയോഗിച്ച് സമയാനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി കാര്യങ്ങൾ ചെയ്യുകയും ആ ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ബോധപൂർവം ഉണ്ടാക്കി ആ ദോഷങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യണം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അതിനാണ് ഇത് വേണ്ടത്. മിഥുനം. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കുറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, അലസതയായിരിക്കും. എല്ലാം നാളെ നാളെ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊള്ളലൊക്കെ കേൾക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമല്ല, സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ ചില പ്രയാസങ്ങളുണ്ടാവും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലും ചില നഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അത് ദോഷം ചെയ്യും. ഏറ്റവും ദോഷകരമായൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഈ ദിവസം ആയില്യം, മകം, മൂലം നക്ഷത്രമാണ്. ആയില്യവും മകവും മൂലവും നക്ഷത്രത്തിലുള്ളവർ രാശികൾക്ക് ഗുണമാണ് പറയുന്നതെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിങ്ങം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ്. 8 ശനിയാണ്. ജന്മകേതുവാണ്. മകം ഈ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും. മനസ്സും ബുദ്ധിയും അനുകൂലമാണ്. മനസ്സും ബുദ്ധി അനുകൂലമായതുകൊണ്ട് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ചില ശത്രുദോഷം മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക. വാക്കുകൾ മൂലം മിത്രങ്ങളായിരിക്കുന്നവർ പോലും ശത്രുക്കളാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ ചില നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ലഭിക്കും. തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളാണ്, വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ഇടവരരുത്. കന്നിക്കൂർ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ്. 7 ശനിയാണ്, 10 വ്യാഴമാണ്, 12 കേതുവാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ ഉള്ളൊരു ദിവസമാണ്. ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. മനസ്സ് അത്ര അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കയറുകയും ചിലരോടുള്ള ദേഷ്യവും വിരോധവും ഒക്കെ വരികയൊക്കെ ചെയ്യും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അമിത ആത്മവിശ്വാസം അപകടം ചെയ്യും. കാരണം മനസ്സ് ബുദ്ധി കാര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അമിത ആവേശത്തോടു കൂടി അതിലേക്ക് എടുത്തു കയറുകയും ചെയ്യുന്നത് അപകടമുണ്ടാക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിത്തസംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഉദര രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും.
വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലമൊന്നുമല്ല. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒരു ദിവസം ആയിരിക്കും. ഏറ്റവും ദോഷം ചെയ്യുന്ന നക്ഷത്രം ആദ്യം പറഞ്ഞല്ലോ അല്ലേ, ആയില്യം മകം മൂലമെന്ന്. ഇനി ഏറ്റവും ഗുണം ചെയ്യുന്ന നക്ഷത്രം, ഈ ദിവസം ഏറ്റവും ഗുണം ചെയ്യുന്നത് അശ്വതി മകയിരം നക്ഷത്രക്കാർക്കായിരിക്കണം. പൊതുവേ അവരുടെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അശ്വതി മകയിരം നക്ഷത്രക്കാർക്ക് നല്ല നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും. നിങ്ങളിത് ഈ കാര്യങ്ങളിൽ ഒരു കമൻറ്റും കൂടെ ചെയ്യുകയാണ് നന്നായിരിക്കും. ഇത് ആവശ്യകരമാണോ ഇങ്ങനെ പറയുന്നത് എന്നുകൂടെ. ഈ നാൾ മാത്രമുള്ള ഫലം പറയുക പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചുരുക്കുന്നത് കേട്ടോ. ഇത് ഗുണകരമാണോ ഇങ്ങനെ പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത് ആവശ്യമില്ലെങ്കിൽ എടുത്ത് കളയാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് തുടരുകയും ചെയ്യാം. കമൻറ്റ് പോലെ ഇരിക്കും. അപ്പോൾ കമൻ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഈ രീതിയിലുള്ളത് പഴയ രീതിയിലേക്ക് തന്നെ മാറും. ഈ നക്ഷത്രം പറയുന്നത് ഒഴിവാക്കും. അത് പ്രയോജനപ്രദമാണോ എന്ന് പറയാൻ ശ്രമിക്കുക. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ഗുണകരമാണ്. ആത്മവിശ്വാസം ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യത്തിൽ മേന്മയുണ്ടാവും. പൊതുവെ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപ്രതിസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ചില ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇനി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും പിന്നെ അത് പരിഹരിക്കാനായിട്ട് നല്ല വാക്കുകൾ കൊണ്ട് കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയും അനുകൂലമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയുള്ള വിദ്യാ കാര്യങ്ങൾ നടത്തുവാനുമൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. നല്ല ഒരു ദിവസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് പൊതുവെ ഗുണകരമായ ദിവസമായിരിക്കും. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടം. വൃശ്ചികക്കാർക്ക് കഠിന ദോഷമാണ്. കുറേ കാലത്തേക്കും കൂടെ അതുണ്ടാവും. ഈ സമയം അനുകൂലമല്ല. 4 രാഹുവാണ്, 5 ശനിയാണ്, 8 വ്യാഴമാണ്, 10 കേതുവാണ്. ആ കാലഘട്ടം ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ഈ ദിവസവും സ്വാഭാവികമായിട്ടും ദിവസങ്ങളുടെ ഫലം പറയുമ്പോഴും ആ കാലഘട്ടം അതിനകത്ത് കയറി വരും. അപ്പോൾ അത്ര മേന്മ കിട്ടാൻ സാധ്യതയില്ല. ഈ ദിവസമാണെങ്കിൽ കഠിന ദോഷമാണ് വൃശ്ചികത്തിന്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. ആസ്മ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും. വാക്ക് വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകളോട് വളരെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസം കൂടെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധ ദൈവാധീനം ഉണ്ടാക്കുന്ന കാര്യത്തിനും കൂടെ ഉണ്ടാക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ചില ഓർമ്മക്കുറവുകൾ മൂലം പ്രശ്നം ഉണ്ടാവും. പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളുമായിട്ടും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കലഹങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ശ്രദ്ധ വേണം. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളൊന്നും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ വൃശ്ചികക്കാർ ഉപയോഗിക്കരുത്. പൊതുവെ അനുകൂലമല്ലാത്ത സമയമാണ്. അപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ എനിക്ക് കഴിയും. ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ്. നിങ്ങളോട് വൃശ്ചികക്കാരോട് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഉപയോഗിക്കാതിരുന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ഈ നിർദ്ദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. ഇനി
ധനുക്കൂറുകാർക്ക് ദോഷമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കാർക്ക് ദോഷമാണ്. 4 ശനി, 9 കേതു. എന്നാൽ അതിൽ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. മൂലം നാളിന് അല്പം ഗുണകരമായ ദിവസമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതാ പറഞ്ഞത്. ചില അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഞാൻ എടുത്ത് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കേൾക്കുക നിങ്ങൾ. ഇതിപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പറഞ്ഞോളണമെന്നില്ല, പറഞ്ഞു പോയുള്ളൂ. അതിനിടയ്ക്ക് ഗുണകരമായ ഇത് പറയുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവൻ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക, നാൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ധനുരാശിക്ക് അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിത്ത സംബന്ധമായ അസുഖങ്ങൾ, നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ദോഷം ചെയ്യും. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ഈ പിതൃസ്ഥാനീയർ എന്ന് പറയുമ്പോൾ പിതാവ് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുക. അച്ഛൻ, വലിയച്ഛൻ, കൊച്ചച്ഛൻ ഇവരൊക്കെ ഇങ്ങനെ ഉള്ളവരൊക്കെ പിതൃസ്ഥാനീയരാണ്. സ്വന്തം പിതാവ്, ഭാര്യ പിതാവ്, ഇതൊക്കെ പിതൃസ്ഥാനീയരാണ്. അങ്ങനെ അവരുടെ ഒക്കെ ഇതൊക്കെ ഈ പിതൃസ്ഥാനീയരിൽ പെടുന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ പോലെയുള്ള അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. ധനുക്കൂറുകാർ വാക്കുകളെയും വളരെയധികം നിയന്ത്രിക്കണം. മിത്രങ്ങൾ പോലും ശത്രുക്കളാകുന്ന ഒരു ദിവസമായിട്ട് വരാനുള്ളൊരു സാധ്യത ഈ ദിവസം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. മക്കൾ പൊതുവെ അനുകൂലമാണ്, എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില പരാജയങ്ങളെയൊക്കെ കാണണം. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമല്ല എന്ന് പറഞ്ഞല്ലോ. തൊഴിൽ മേഖലയിലും അത്ര മേന്മയുള്ള ദിവസമല്ല. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക മേലുദ്യോഗസ്ഥർ. മകരക്കൂർ ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമുള്ള സമയമാണ്. ആത്മവിശ്വാസക്കുറവ്, അലസത, എല്ലാ കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുക, ശരീരത്തിനോട് ഉണർവില്ലാതിരിക്കുക, മനസ്സ് ബുദ്ധി അനുകൂലമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇവർക്കുണ്ടാവും, മകരക്കൂറുകാർക്കുണ്ടാവും. മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. മക്കൾ മൂലം ചില പ്രയാസങ്ങൾ, ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, മുൻകോപം, വാക്കുകൾ മൂലമുള്ള നഷ്ടം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലായ്മ, സമാധാനമില്ലായ്മയൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ചെറിയ മേന്മകൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മകരക്കൂറുകാർ. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിൽ വരുമ്പോൾ, അത് അംശക വഴിയോ മറ്റോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ഭാഗത്ത് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങളോടത് ഉപയോഗിക്കരുത് എന്ന്. അല്ലാണ്ട് വെറുതെ പറയല്ല. അംശങ്ങളൊക്കെ ഈ രാശികളിലൂടെ സഞ്ചരിച്ച് പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കണം. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി കുംഭം, അത് പറയുന്നതിന് മുമ്പ് പ്രണയകാര്യങ്ങളിൽ ഗുണമുള്ള ഒരു 3 നക്ഷത്രമുണ്ട്. രോഹിണി, രേവതി, പുണർദം. ഈ 3 നക്ഷത്രങ്ങൾ പ്രണയകാര്യത്തിൽ ഗുണകരമായ നക്ഷത്രങ്ങളാണ്. എന്നുവെച്ചാൽ അതും കൂടെ അനുകൂലമാവണം കേട്ടോ. എങ്കിലും അത് അനുകൂലമാണ്. അതിന് മേന്മയുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. പുരോഗതി ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇത്. ഇനി ദോഷമുള്ള പറയാം. നമുക്ക് കുംഭം നോക്കിയിട്ട് നോക്കാം. കുംഭക്കൂർ അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ദോഷങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ദൈവാധീനം ഉണ്ടെന്നുള്ളതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല എന്നില്ല. ദോഷത്തിൻ്റെ അളവ് കുറയുന്നേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, കാരണം നമ്മളുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുക. നമ്മളുടെ കർമ്മഫലങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇതിനൊന്നും ഭഗവാന് ഉത്തരവാദിത്വമില്ല. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം, പാപകർമ്മങ്ങളുടെ ഫലം ഭഗവാൻ ഏറ്റെടുക്കില്ല.
നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ഫലവും ഭഗവാന് വേണ്ട. നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് തന്നെ പ്രചോദനമാകും. നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് തന്നെയാണ് നേട്ടമായിട്ടും ദോഷമായിട്ടും ഭരിക്കുക. അത് നമ്മൾ തന്നെ അനുഭവിക്കുകയും ചെയ്യണം. അപ്പോൾ ദോഷമാണെന്ന് പറയും, ദൈവാധീനമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതെന്നല്ല, ആ ദോഷങ്ങൾ വരുന്നതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നന്നായി നാമം ജപിക്കുക, ഈശ്വരാധാനം നടത്തുകയൊക്കെ ചെയ്താൽ ദോഷം കുറയും. സംശയമൊന്നുമില്ല കാര്യത്തിന്. അതാണ് ഇതിൻ്റെ ഗുണം. പനി വരില്ല എന്നല്ല, പനി വന്നാൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിച്ചാൽ അത് കുറയും എന്നാണ്. പനി വരില്ല എന്നല്ല, ഡോക്ടർക്ക് പനി വരുമല്ലോ. അപ്പോൾ പനി വരില്ല എന്നല്ല, മരുന്ന് കഴിച്ചാൽ അത് കുറയും. അതേപോലെ ദോഷങ്ങൾ വരില്ല എന്നല്ല, ദൈവാധീനം വരുമ്പോൾ ആ ദോഷത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് ആ രീതിയിൽ തന്നെ കാണണം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. ഒരു കാര്യത്തിലും അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആഹാരമൊക്കെ വളരെ നിയന്ത്രിക്കുക. കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാനായിട്ടൊക്കെ ഈ ദിവസം ശ്രദ്ധിക്കുക. ജലമാണ് കേട്ടോ കുടിക്കാൻ പറഞ്ഞത്. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് വാക്കുകൾ മൂലം ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. കുടുംബത്തിലും സ്വസ്ഥയും സമാധാനവും ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമാണ്. വാഹന സംബന്ധമായ ചില ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥവും കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത്. ഇനി പ്രണയത്തിന് ദോഷകരമായ നക്ഷത്രമാണ് ആയില്യം മൂലം. ഈ ആയില്യവും മൂലവും നക്ഷത്രക്കാർ പ്രണയകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും ഈ ദിവസം നല്ലത്. അവർക്കത് അനുകൂലമല്ല. ചിലപ്പോൾ വഴക്കൂടിയോ ഒക്കെ മാറിപ്പോകാനുള്ളൊരു സാധ്യത, തെറ്റിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് അവർ അത് ഇടപെടാതിരിക്കുക, ശ്രദ്ധിക്കുക. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല. മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനികർ അത്ര അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും അലസതയും സംശയമൊക്കെ ആയിരിക്കും. സഹോദരസ്ഥാനികർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത ഒക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക. വാക്കുകളും വളരെയധികം നിയന്ത്രിക്കുക. മക്കൾ അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ മക്കളുമായി അഭിപ്രായ വ്യത്യാസമോ പ്രയാസങ്ങളോ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ മക്കൾ ചോദിക്കുന്ന ധനം കൊടുക്കണം എന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ വേണ്ട രീതിയിൽ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, ഇത് രണ്ടും വളരെയധികം ഉള്ളവർ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായൊരവസ്ഥയുണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇത് ഒരു പൊതുഫലമാണ്. അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കണം. എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം തന്നെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ നാരായണ.